ഹായ് നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ അടിപൊളി ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. ഇദ്ദേഹത്തിനെ പലർക്കും അറിയായിരിക്കും, ഒരു വൈറൽ വീഡിയോയിലെ ഒരു താരമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൗണ്ടർ ഉള്ളത് നമ്മുടെ കൊല്ലത്ത് തന്നെ മേള നടക്കുന്ന സ്ഥലത്താണ് ഉള്ളത്. ഹസ്തരേഖാ ശാസ്ത്രം വളരെ ആധുനികമായിട്ടുള്ള രീതിയിൽ ഇത് കണ്ടോ, ഒരു ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്, വെറൈറ്റി ആയിട്ടൊരു സംഭവം ഇരിപ്പുണ്ട്, ഈ ഒരു സ്കാനർ. അപ്പോൾ നമ്മുടെ കൈയൊക്കെ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഹസ്തരേഖയുടെ നമ്മുടെ എന്താണ് നമ്മുടെ വിധി എന്നുള്ളത് ദാണ്ട് ഈ പ്രിൻ്ററിനകത്തൂടെ പുറത്ത് വരും. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോയാലോ. ഒരുപാട് വെയിറ്റ് ചെയ്യിക്കുന്നില്ല, വളരെ ലാഗ് ചെയ്യിക്കുന്നില്ല, വളരെ വേഗം തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് കാണാം. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി? നമ്മുടെ കൈ സ്കാൻ ചെയ്തിട്ട് കയ്യിലെ രേഖകൾ, മണ്ഡലങ്ങൾ, ചിഹ്നങ്ങൾ, മറ്റടയാളങ്ങൾ ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് സമ്പൂർണ്ണ രേഖാഫലമാണ് വരുന്നത്. അത് ശരി. നമ്മുടെ ജന്മം തൊട്ട് ജീവിതാന്ത്യം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതിലുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമുക്ക് ചാർജ് വരുന്നത്? ഇത് ചാർജ് വെറും 150 രൂപയോ 150 രൂപയുള്ളൂ. അപ്പോൾ നമ്മുടെ നാള് പറഞ്ഞാൽ തീർച്ചയായിട്ടും വരും. നാള് വേണ്ട ഇതിന്, നാള് വേണ്ട. പിന്നെന്താ വേണ്ട? നക്ഷത്രം മാത്രം പറഞ്ഞാൽ, നക്ഷത്രം വേണ്ട, കൈ പതിപ്പിക്കാൻ പേര് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ തന്നെ നമ്മൾ ഒരു ഡെമോയിൽ നോക്കാൻ പോവാണ്. എൻ്റെ പേര് ഹരി എന്നാണ്. അപ്പോൾ നമുക്ക് കൈ വെക്കാമല്ലോ? തീർച്ചയായും. അപ്പം ഈ ഒരു സ്കാനറിനകത്ത് നമ്മുടെ വലത് കൈ അല്ലേ വെക്കുന്നത്? ആണുങ്ങൾക്ക് വലത് കൈ, പെണ്ണുങ്ങൾക്ക് ഇടത്തെ കൈ. ശരി, രണ്ടുപേർക്കും ആണിനും പെണ്ണും വേറെ വേറെ കൈയാ? വേറെ കൈയാണ്. അപ്പോൾ നമുക്ക് ദാണ്ടെ ഇതിനകത്ത് കൈ വെച്ച് നോക്കാം. ഇങ്ങനല്ലേ കൈ വെക്കട്ടോ? കൈ വെക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്പ്യൂട്ടറിനകത്തൂടെ നമ്മുടെ കൈ അങ്ങ് സ്കാൻ ചെയ്യും. അപ്പോൾ സ്കാൻ ചെയ്തിട്ട് ഇനി എന്താ സംഭവിക്കുന്നത് നോക്കിയോ. നമ്മുടെ ഫുള്ള് ജീവചരിത്രം മൊത്തവും ഈ ഹസ്തരേഖ നമ്മൾ രക്ഷപ്പെടുവോ, അതോ താഴോട്ടാണോ മേളിലോട്ടാണോ, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റും. ഈ സ്കാനിങ്ങിൻ്റെ മെഷീൻ റെഡിയാവും. പണ്ടത്തെ കണക്ക് കബഡി നടത്തിയിട്ടുള്ള പരിപാടിയൊന്നുമില്ല, എല്ലാം ശാസ്ത്രീയമായിട്ടുള്ള പരിപാടികളാണ്. ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഹസ്തരേഖ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചാണ് അതിനകത്ത് സ്കാനറിൻ്റെ ഇത് കണ്ടോ, ഇങ്ങനെ നമ്മുടെ കൈ വളരെ കൃത്യമായിട്ട് സ്കാൻ ചെയ്യും. ഇതിനകത്ത് കള്ളമില്ല, മായമില്ല, മന്ത്രമില്ല, എല്ലാം ഒറിജിനലായിട്ടുള്ള കാര്യങ്ങൾ കൈപ്പത്തി വളരെ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് നമ്മുടെ കൈരേഖയ്ക്ക് അകത്തുള്ള കാര്യങ്ങൾ ഹസ്തരേഖാ ശാസ്ത്രം അനുസരിച്ച് അല്ലേ, അതല്ലേ ഹസ്തരേഖാ ശാസ്ത്രത്തിനനുസരിച്ച് എന്താണോ പറയുന്നത് അതല്ലേ കിട്ടുന്നത്? അതെ, അതിനകത്തുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു കാര്യം നമുക്ക് ചെയ്തു തരികയാണ്. ഇനി കൈയെടുക്കാം. അപ്പം ഇനി നമ്മുടെ സ്കാനിങ് പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. കൊല്ലത്ത് നമ്മുടെ മേള നടക്കുന്ന ഇവിടെയാണ് ഇത് ഉള്ളത് കേട്ടോ, കൊല്ലത്തെ മേളയ്ക്കകത്ത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ റോബോട്ടിനെയും കാര്യങ്ങളും ഒക്കെ കണ്ട് ഒരുപാട് കാഴ്ചകളൊക്കെ അത് ഇങ്ങനെ കണ്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കൗണ്ടർ ഉണ്ടാവും. ഹസ്തരേഖാ ശാസ്ത്രത്തിൻ്റെ കൗണ്ടറാണ്. ഈ കൗണ്ടറിൽ ഈ ഒരു ചേട്ടനുണ്ടാവും. നമ്മുടെ തലവിധി റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഹസ്തരേഖ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്താണോ ഭാവി, ഭൂതം, വർത്തമാനം എല്ലാം ഇപ്പോൾ അറിയാൻ പറ്റും. ഇതെല്ലാം കൂടെ സംഗ്രഹിച്ചുള്ള ഒരു ചെറിയ റിസൾട്ട് ആയിരിക്കും വരുന്നതല്ലേ. നമ്മളെങ്ങനെയൊക്കെ ഉള്ള ആളായിരിക്കും, ചെറുകിട ആണോ എന്നൊക്കെ അറിയാൻ പറ്റും ഇല്ലയോ? എല്ലാം അറിയാൻ പറ്റും. നമ്മുടെ കൈരേഖയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ അറിയാം. അപ്പം എന്താണ് ഹസ്തരേഖാ ശാസ്ത്രത്തിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം, ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാ കണ്ടോ, അടിപൊളി മൊത്തം എന്താ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം എന്താ ചേട്ടൻ്റെ കയ്യിലുണ്ട്. വരുന്നടാ, ഇഷ്ടം പോലെ സംഭവങ്ങൾ വരുക കേട്ടോ. ഇത് ചെറിയ കളിയൊന്നുമല്ല, കുറേ വായിക്കാനുണ്ടാവും. നമ്മളെക്കുറിച്ചിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളുണ്ട്. ഞാനിതൊരു 3-4 എപ്പിസോഡ് ചെയ്താലേ തീരത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ എക്സാക്റ്റ് നമ്മുടെ കയ്യിലുള്ള ആ രേഖയ്ക്കകത്ത് വെച്ചിട്ട് നമ്മുടെ കൈരേഖയിൽ എന്താണോ പറയുന്നത് അത് വളരെ കൃത്യമായിട്ട് ഹസ്തരേഖാ ശാസ്ത്രം പറയുന്നതിനനുസരിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഇതുപോലെ മടക്കി ഒരു കവറിലാക്കി തരും. വീട്ടിൽ കൊണ്ട് ചെന്നിരുന്ന് മനസ്സമാധാനമായിട്ട് വായിച്ച ശേഷം ഐശ്വര്യമായിട്ട് ചേട്ടൻ തരികയാണ്. അവനെ നന്നായിരിക്കണേ. അപ്പം ഇതിൻ്റെ കാര്യങ്ങളോടൊന്ന് പറഞ്ഞ് എങ്ങനെയാണ്, നമ്മൾ എത്ര വർഷമായി ഈ ഒരു ഫീൽഡിലുണ്ട്? ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഏതാണ്ട് ഒരു 18 വർഷമായി. പക്ഷേ ഈ ഓൺലൈൻ പിന്നെ അതുപോലെ തന്നെ ഈ എക്സിബിഷന് വന്നിട്ട്
12 വർഷത്തോളം. അത് ശരി. നമ്മൾ പാരമ്പര്യമായിട്ട് ഈ വാസ്തു അച്ഛൻ ജ്യോത്സ്യനായിരുന്നു. ഈ ബന്ധം കുടുംബ ജ്യോത്സ്യനായിരുന്നു. ജ്യോത്സ്യനായിരുന്നു അല്ലേ? അച്ഛൻ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആളല്ലായിരുന്നു. നാട്ടിലെ ഒരു ജ്യോത്സ്യൻ. അത് ശരി. അത് ശരി. ഞാനിത് കുറേ കൂടെ ഡെവലപ്പ് ചെയ്ത് ഒരു കുറച്ചുകൂടെ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാവുന്നത് അല്ലേ? അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കൊല്ലത്തെ മേളയിലേക്ക് വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹസ്തരേഖാശാസ്ത്രം തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ആ ഹസ്തരേഖയ്ക്കനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രിൻ്റ് അടിച്ച് ഇതുപോലൊരു കവറിലാക്കി നമ്മുടെ കൈ തരും. അപ്പം ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് വിജയകുമാർ. വിജയകുമാർ. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? കോട്ടയമാണ്. കോട്ടയമാണ്. ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം പ്രിൻ്റ് അടിച്ച് കൊടുക്കും. അതാണ്. ഓക്കെ.